തിരുവനന്തപുരം മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് 200 മീറ്റർ മാത്രം മാറി മണ്ണന്തല ഇസാഫ് ബാങ്കിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന KK ലൈനിനകത്ത് 200 മീറ്റർ വന്നു കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന 28 സെൻറ്റ് സ്ഥലത്ത് കൊട്ടാരം കണക്ക് ഒരു 3000 സ്ക്വയർ ഫീറ്റിലെ വലിയൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള പൂർണ്ണമായിട്ട് ഇഷ്ടികയിലും തേക്കും തടിയിലും നിർമ്മിച്ചിട്ടുള്ള 5 ബെഡ്റൂം വരുന്ന വലിയൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഈ ഇവിടുത്തെ സ്ഥലവില തന്നെ ഇപ്പം നല്ല ഹെവി പ്രൈസിങ് ആണ് കേട്ടോ. പെർ സെൻറ്റ് റേറ്റ് തന്നെ ഏകദേശം 15 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ പ്രൈസ് പോകുന്നിടത്ത് നമുക്കിത് നല്ലൊരു വിലയ്ക്ക് സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും. പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. നമുക്കിതിൻ്റെ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇതാ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ഒരു വരാന്ത സ്പേസ്. ഇവിടെ നമ്മുടെ കാർ പാർക്കിംഗ് വരും. വീട്ടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ഗസ്റ്റ് അല്ലെങ്കിൽ ലിവിങ് ഏരിയ ആയിട്ട് വരും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ടൈലൊക്കെ കണ്ടോ, ഇത് 2001 നിർമ്മിച്ച വീടാണ് കേട്ടോ. ആ സമയത്ത് ഇതെല്ലാം ഈ സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ നമുക്ക് ഇവിടെ കിട്ടാനില്ല. ആ സമയത്ത് ഇമ്പോർട്ട് ചെയ്ത ടൈലാണ് ഇവിടെ എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഗ്രാൻഡായിട്ട് നിർമ്മിച്ച ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഇതിൽ കാണുന്ന ഫർണിച്ചർ അടക്കമാണ് സെയിലിനുള്ളത്. ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. കിച്ചൺ ഫുള്ളായിട്ട് മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് വുഡിലാണ് ഈ അടച്ചുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ കുക്കിംഗ് ടോപ്പ് നോക്കി ഇതെല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇതിൽ കാണുന്ന ഫ്രിഡ്ജ്, അവൻ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളടക്കം നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് വാങ്ങിയെടുക്കാൻ സാധിക്കും. അവിടെ നേരെ വരുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ താഴത്തെ നിലയിൽ തന്നെ 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും ഒരു ബെഡ്റൂമിന് നമുക്ക് ഈ കാണുന്ന കോമൺ ബാത്റൂം ഉപയോഗിക്കാം. ഇവിടെ ഉള്ള ഈ ഒരു റൂം വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള റൂമാണ്. ഇത് പോകെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു റൂം കൂടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ താഴത്തെ നിലയിൽ തന്നെ വരുന്ന വലിയൊരു ബെഡ്റൂം കേട്ടോ. ഇതിൽ AC അടക്കം എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. കട്ടിൽ ഒരു സാധനങ്ങളും നിങ്ങൾ ഇനി കൊണ്ടുവരേണ്ടി വരത്തില്ല, എല്ലാം ഇവിടെ ഉണ്ട്. ഈ കാണുന്ന പോലെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കബോർഡ് ഫുള്ളായിട്ട് തേക്കും തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നോക്കി നമുക്ക് നീറ്റ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇഫ് ഇൻ കേസ് റെനോവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീടിനകത്ത് ബാത്റൂം ഫിറ്റിംഗ് ഇതെല്ലാം ഒരു നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് മാറ്റണമെങ്കിൽ അത് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ മോഡേൺ രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ ഏരിയ. ഇവിടെ ആയിട്ട് നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആയിട്ടൊരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് ഗസ്റ്റ് റൂമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ താഴത്തെ ലിവിങ് ഏരിയയിലേക്ക് ഒരു വ്യൂ കിട്ടും. മേളത്തെ നിലയിൽ 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഇതിൽ 2 റൂംസ് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ബാത്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴെ കണ്ടതുപോലെ ഗ്രാൻഡ് ആയിട്ടുള്ള റൂംസ് ആണ് കേട്ടോ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണി ഏരിയയിലേക്ക് ആക്സസ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് കുറേയധികം കബോർഡ്സ് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ വുഡിൽ ചെയ്തെടുത്തതാണ്. ഇതാണ് നമ്മുടെ ബാത്റൂമേ. ബാത്റൂമിനകത്ത് എല്ലാം തന്നെ ബാത്ത് ടബോട് കൂടി ഗ്രാൻഡ് ആയിട്ടുള്ള ബാത്റൂംസ് ആണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. അതിന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമുക്കൊരു സ്റ്റഡി റൂമായിട്ടോ വർക്ക് ഏരിയ ആയിട്ടോ ഉപയോഗപ്പെടുത്താം. ഇത് വന്നിട്ട് അടുത്തൊരു വലിയൊരു ബെഡ്റൂം തന്നെയാണ്. നമുക്കിതിലായാലും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്ത് ടബോട് കൂടിയിട്ടുള്ള വലിയൊരു റൂം തന്നെയാണ്. ഈ റൂമിന് നമുക്ക് പിൻവശത്തേക്ക് ഇതുപോലെ ഒരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത് കേട്ടോ. ആ ഭാഗത്തേക്കെല്ലാം തന്നെ നമുക്ക് മണ്ണന്തലയിൽ നിന്ന് കേരളാതിപുരം റൂട്ടിൽ കയറി അവിടെ നിന്ന് അകത്തേക്ക് വരുന്ന രീതിയിലാണ് ഈ വീടുകളുടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ഇപ്പോൾ നമുക്കൊരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 4 സെൻറ്റ് വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ 1 CR പുറത്താണ് പ്രൈസ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ 28 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന വലിയൊരു വീട്, അത് നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ ഫുള്ളായിട്ട് ഇഷ്ടികയിലും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസും തേക്കും തടിയിലും നിർമ്മിച്ച ഈ ഒരു വീട് 3,60,00,000 രൂപയ്ക്ക് വർത്താണ് കേട്ടോ. അതായത് 28 സെൻറ്റ് സ്ഥലം തന്നെയുണ്ട്. അതിനകത്ത് ഇതുപോലെ വലിയ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു വീട്. ഇന്ന് ഇതുപോലൊരു വീട് ചെയ്യാൻ നോക്കിയാൽ 2 കോടി രൂപയ്ക്ക് പോലും നിങ്ങൾക്ക് ഇതുപോലെ ഇത്രയും ഗ്രാൻഡായിട്ടൊരു വീട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പ്രൈസ് അടിപൊളിയൊരു പ്രൈസാണ്. നിങ്ങൾക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ MC റോഡിന് തൊട്ടടുത്തായിട്ട് ഇതുപോലെ പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ വേഗം ഇതിൻ്റെ ഉടമയെ വിളിച്ചോ, നേരിട്ട് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുക. അതിനുശേഷം അവരുമായിട്ട് ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ ഉണ്ടാവും. 3,60,00,000 രൂപയ്ക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം.